ചിലതൊക്കെ ചൂടോടെ തന്നെ കഴിക്കണം. ചിലത് ഒന്ന് ആറി തണുത്ത ശേഷം, അതാണ് അതിന്റെ യഥാർത്ഥ രുചി പുറത്തുവരിക. കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ് നാവ് വായിൽ കിട്ടതേ ഉള്ളൂ. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ചില അനുസരണക്കേടുകൾ, കടുത്ത അനുസരണക്കേടുകൾ എങ്ങനെ പാർട്ടിയെ മൊത്തത്തിൽ വീട്ടിലിരുത്തിച്ചു എന്നതിന്റെ വ്യക്തമായ വിശദീകരണം. അതിന്റെ ചൂടാറും മുമ്പ് ഇതാ പ്രതിപക്ഷ മാധ്യമങ്ങൾ ഇതിന്റെ പ്രതികരണം തേടിയത് ചെന്ന് പെട്ടത് മുഖ്യമന്ത്രി VD സതീശന്റെ മുന്നിലേക്കാണ്. പാർട്ടി നേതാക്കൾക്ക് ധാർഷ്ട്യം പാടില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ച കാര്യമാണെന്ന് MA ബേബി ആവർത്തിക്കുമ്പോഴെങ്കിലും P രാജീവ് എന്ന മുൻ വ്യവസായ മന്ത്രി ഓർക്കണമായിരുന്നു. സ്വന്തം പാർട്ടിയിലെ നേതൃത്വത്തിന്റെ ധാർഷ്ട്യവും ശൈലിയും ചേഷ്ടകളും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ, പരിഷ്കരിക്കാൻ അത് കഴിഞ്ഞിട്ട് മാത്രം എതിർ പാർട്ടിയിലെ നേതാക്കളുടെ സ്വഭാവങ്ങൾ പോയി വിലയിരുത്താനും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരു ഇടത് മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇങ്ങനെയാണ്: അങ്ങയുടെ ശൈലിയും ചേഷ്ടയും ശരിയില്ലെന്ന് മുൻ വ്യവസായ മന്ത്രി P രാജീവ് വിമർശിച്ചിരുന്നു. അത് കണ്ടിരുന്നു? അതല്ലേ മുഖ്യമന്ത്രിയുടെ ജോലി. എന്തെങ്കിലും ഒന്ന് കിട്ടാനിരിക്കുകയെന്ന് പക്ഷേ VD സതീശൻ. ഇപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനങ്ങളാണ്. സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ ചുട്ട മറുപടി ഇങ്ങനെ: നിയമനത്തില് ഒരുപാട് പീഡനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് മുൻ നിയമമന്ത്രി പറഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ബോഡി ലാംഗ്വേജ് ആണ് മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് അല്ല. ഞാന് P രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല എൻ്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GPമാരെയും 5 GPമാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GPമാരെയും 3 GPമാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5ഉം 5ഉം 10ഉം 6ഉം 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GPമാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് GPമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിൻ്റെ അകത്തെ പ്രശ്നം, ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങളതല്ല, AGയുടെ ഭാഗത്തു നിന്നും DGPയുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞൊരു പ്രൊപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പോൾ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിൻ്റെ അടിത്തറ എന്താണ്? അതെ, P രാജീവ് വലിയ ബുദ്ധിജീവിയാണ്, എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. സന്തോഷം വന്നാൽ ഞാൻ ചിരിക്കും, സങ്കടം വന്നാൽ ഞാൻ കരയും, ദേഷ്യം വന്നാൽ ചിലപ്പോൾ അതും പ്രകടിപ്പിക്കും. ഇതൊന്നും പിടിച്ചു കെട്ടി ജീവിക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ലെന്ന് VD സതീശൻ. അപ്പോൾ കോൺഗ്രസിനെ മണ്ടയ്ക്ക് കൊട്ടിയുള്ള ആ കോട്ട കഴിഞ്ഞു. ഇനി നേരെ നഗരസഭ ഭരിക്കുന്ന പാർട്ടിയുടെ നെഞ്ചത്തേക്കാണ് അടുത്ത ഇടത് മാധ്യമപ്രവർത്തകൻ കടന്നു വരുന്നു. ചോദ്യം: ഹിന്ദു ഐക്യവേദി നേതാക്കൾ അങ്ങയെ കാണാൻ വന്നതിനെ കുറിച്ച് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശനം നടത്തിയത് കണ്ടായിരുന്നു. അതിനും മുഖ്യമന്ത്രി തന്നെ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. അതിന് VD സതീശൻ നൽകിയ മറുപടി കണ്ടാൽ മുന്നിലില്ലെങ്കിലും റിയാസിന്റെ മുഖത്ത് നിന്ന് ഒരൊറ്റ ആട്ട് കൊടുത്ത അതേ അവസ്ഥ. ഇനി അടുത്തത് വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു. ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ
എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന GPMൻ്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ 100 കണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. ഞാൻ അവരെ എന്റെ വിസിറ്റിംഗ് സമയത്ത് എന്റെ ഓഫീസിൽ എന്റെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പരസ്യമേ കണ്ടത്. അല്ലാതെ പിണറായി വിജയൻ അന്ന് ചെയ്തതുപോലെ കാറിൽ രഹസ്യമായി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളെ കണ്ടതുപോലെ അല്ല എന്ന് പിടിച്ചു. എന്നാൽ പിന്നെ പതിവ് പോലെ അടുത്ത ചോദ്യം, അത് ചോദിക്കാതെ തിരികെ ഓഫീസിൽ ചെന്ന് കയറാനും പറ്റില്ല ആ മാധ്യമപ്രവർത്തകർ. അതിങ്ങനെ, വിഴിഞ്ഞം തുറമുഖത്ത് ഓഹരി വിൽപ്പന നടത്തുന്നത് ശരിയല്ല എന്നാണ് കേൾക്കുന്ന അഭിപ്രായം. അത് ശരിയല്ലേ? ഇതാണ് ചോദ്യം. അതിനുള്ള മറുപടി ഉരുളക്കുപ്പേരി പോലെ. ഇതാ ആരുടെ അഭിപ്രായം? പിണറായി വിജയൻ സർക്കാർ നിങ്ങളോട് ചോദിച്ചിട്ടാണ് 10 വർഷം തീരുമാനമെടുത്തിരുന്നത്. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാം. അതല്ലേ ചോദിച്ചത്? അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? വീണ്ടും അത് തന്നെ ചോദിക്കുകയാണോ? ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSC വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ്, ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. ഹൗ ക്യാൻ ഹി സേ ദാറ്റ് when I am going for Mookambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I'm very happy to say that. For the last 37 years, I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണ? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാൻ ഒരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മളെ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ എന്നും ചോദിക്കുന്നതാണ്. നേരത്തെ ചോദിച്ചതൊക്കെ പതിവ് ചോദ്യങ്ങൾ. ഇതിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൃത്യമായും സ്ഥിരമായും മറുപടിയുണ്ട്. അപ്പോൾ പിന്നെ ചോദ്യം ചോദിക്കാൻ എഴുതിക്കൊണ്ട് വന്നതിൽ ആദ്യം ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ അത് മറ്റു ചോദ്യങ്ങളായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മറുപടി കിട്ടിപ്പോയി.
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 2 ചോദ്യത്തിലെ റൺഔട്ട് ആകില്ലായിരുന്നു. അടുത്ത തവണയെങ്കിലും ഈ അബദ്ധം പറ്റരുത്. വ്യക്തമായ ഗൃഹപാഠം ചെയ്തു വേണം വി ഡി സതീശന്റെ മുന്നിലേക്ക് വന്നിരിക്കാൻ.